Good morning, students. നമ്മൾ കഴിഞ്ഞ ദിവസം പോട്ട്മേക്കർ എന്നുള്ള സ്റ്റോറി ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയായിരുന്നു. അതിൻ്റെ ബാക്കി ഇപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് പിടിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് സെൻറ്റിലയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സെൻറ്റില ഇങ്ങനെ പോട്ട് മേക്കിംഗ് ആണ് അവളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി പ്രൊഫഷൻ ഒക്കുപ്പേഷൻ. പക്ഷേ ഹെർ മദർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിക്രൂട്ടിങ് ഹെർ ടു ദാറ്റ് ഒക്കുപ്പേഷൻ. അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ഷീ ഹാഡ് എ പാഷൻ ഫോർ ഇറ്റ് ആൻഡ് ഷീ stealthily goes to the workshop where potmakers work and try to learn from there. അപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന സ്ത്രീയുണ്ട്, അവരിങ്ങനെ പാട്ട് പാടുന്ന കാര്യമൊക്കെ പറഞ്ഞു. An old woman was there in the workshop. She sang songs, very beautiful songs, and Sendila was very much pleased by those songs and the rhythm with which they work. അപ്പോൾ പാട്ടും അതിൻ്റെ താളത്തിനകത്ത് ഉള്ള ജോലിയും ഒക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ സെൻഡില കൊച്ചുകുട്ടി ഇളയ കുട്ടി അനിയത്തിയായിട്ട് അവിടെ പോകുന്ന കാര്യവും ചോറ് പൊതിഞ്ഞുകൊണ്ട് പോകുന്ന കാര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ സെൻഡിലയുടെ അമ്മ അവരുടെ കുലത്തൊഴിൽ പഠിപ്പിക്കാത്തത്. അത് പ്രശ്നം, ഒരു ചർച്ചാ വിഷയമായി മാറി അവരുടെ ഗ്രാമത്തിൽ. ട്രൈബാണ്, അപ്പോൾ ട്രൈബിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. എവറി ഫാമിലി ഹാഡ് their own traditional occupations, and they were expected to train themselves in that occupation and continue that occupation. But Sendila was an exception. Sendila's mother was an exception. She did not teach her daughter the art of pot making. And this started to become a gossip in the tribe, in the village. അപ്പോൾ അവർക്കൊരു പ്രശ്നമാണത്. കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ട്രൈബിൽ അവരേൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന തൊഴിലുകൾ, പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാതിരിക്കുന്നത് വലിയ കുറ്റമായിട്ടാണ് കാണുക, വിചാരണ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഇത് നാട്ടുകാർ പറയാൻ തുടങ്ങി. ആ ഭാഗം വരെ നമ്മളായത്. ഞാനതൊന്ന് വായിക്കാം. Sendila's regular visits to the old potmaker's shed became a topic of village gossip. People started asking why she had to go elsewhere to learn pot making when her own mother, Arenla, and grandmother were renowned pot makers. Why was the mother refusing to teach her daughter the skill which was her birthright? അവളുടെ ജന്മാവകാശമാണെന്ന് അവർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്, ആ തൊഴിൽ പഠിക്കുക എന്നുള്ളത്. പക്ഷെ അവളുടെ അമ്മ അത് പഠിപ്പിക്കുന്നില്ല. If all pot makers followed suit, then there would be no expert potters to take their place, and the village would lose its coveted status. So if all pot makers followed suit, follow suit എന്ന് വെച്ചാൽ ഇതേ മാതൃക പിന്തുടരുക എന്ന്. follow suit, FOLLOWSUIT, follow suit, ഇതേ മാതൃക പിന്തുടരുക എന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? There will be a dearth of pot makers in the village. And they are making pots not only for their own village but for other villages also. So people come from many other villages, many other tribes to buy the pots made by these people, these tribes people. And the pot making, the art of pot making which they had perfected was one of the reasons for the great fame that their village had got. So all this will be lost if all the mothers started to do what Sendila's mother has started to do. അപ്പോൾ അതാണ് പ്രശ്നം. So if all the pot makers followed suit, then there would be no expert potters to take their place, and the village would lose its coveted status. Coveted means എല്ലാവരും കൊതിക്കുന്ന ഒരു സ്റ്റേറ്റസ് അവർക്കുണ്ട്. എന്താണ്? നല്ല ഒന്നാന്തരം പോട്ടുകൾ, കലങ്ങൾ ഉണ്ടാക്കുന്ന, പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അവിടെ ഉള്ളതെന്നാണ്. ആ പേര് നമുക്ക് നഷ്ടപ്പെടില്ലേ എന്നൊക്കെയുള്ളതാണ് ഗ്രാമീണരുടെ ആശങ്കകൾ. Didn't Arelna know that in the days of head hunting, this village was spared many times because of their skilled pot makers? പണ്ട് വലിയ കലാപമൊക്കെ ഉണ്ടായി. ഹെഡ് ഹണ്ടിങ് എന്ന് വെച്ചാൽ തലകൊയ്യൽ അല്ലേ, ഒരു വലിയ കലാപം എന്തവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇവരുടെ ഗ്രാമത്തെ എല്ലാവരും ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? ഈ പോട്ട് മേക്കേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഇവരില്ലെങ്കിൽ പിന്നെ
ആര് പോട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഒക്കെയുള്ള ഒരു പ്രൊഫഷനാണ്, ഒരു ഒക്കുപ്പേഷനാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അരേൽനായെ അമ്മ പഠിപ്പിക്കുന്നില്ല? വൈ അരേൽനാസ് മദർ ഈസ് റിലക്റ്റന്റ് ടു ടീച്ച് ദാറ്റ് സ്കിൽ, ദാറ്റ് കവറ്റഡ് സ്കിൽ ടു ഹെർ ഡോട്ടർ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം എ സോഷ്യൽ ഇഷ്യൂ എന്ന രീതിയിലാണ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന രീതിയിലേക്ക് അത് മാറുകയാണ്. സോ as days went by, the gossip became open debate, and finally one day Scintilla's father, whose name was Mesoba, was summoned by the village council and asked to explain why his daughter was making regular trips to the old potmaker's shed to learn the craft, and more importantly, why was Arelna refusing to pass on her skills to her daughter. അപ്പോൾ എന്ത് പറ്റി? വില്ലേജ് കൗൺസിൽ വിളിച്ചു, മൂപ്പൻ, ഗ്രാമത്തിലെ മൂപ്പനൊക്കെയുള്ള കൗൺസിൽ വിളിച്ചു. അരേൽനയുടെ അച്ഛനെ മെസോബയെ വിളിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വൈ യുവർ വൈഫ് ഈസ് നോട്ട് വില്ലിംഗ് ടു ടീച്ച് യുവർ ഫാമിലി ഒക്കുപ്പേഷൻ ടു യുവർ ഡോട്ടർ എന്ന് ചോദിച്ചു. വൈ ഈസ് ഷീ പേയിങ് വിസിറ്റ്സ് ടു ദി പോട്ട്മേക്കേഴ്സ് ഷെഡ് വെൻ ഷീ ക്യാൻ ലേൺ ഇറ്റ് ഫ്രം ഹെർ ഓൺ മദർ എന്ന് ചോദിച്ചു. സോ ഹി ഹാഡ് ടു ഗിവ് എൻ എക്സ്പ്ലനേഷൻ, അല്ലെ പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. Mesoba was caught in a dangerous situation. If he told them what his wife had said about pot making and that she wanted their daughter to learn another craft like weaving, they would immediately fine her for going against tradition. അപ്പോൾ അമ്മയുടെ യഥാർത്ഥ മനസ്സിലുള്ള കാര്യം പറഞ്ഞാൽ പണിഷ്മെൻ്റ് കിട്ടും. പാരമ്പര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, പാരമ്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ള പേരിൽ ശിക്ഷ വരും, ഫൈൻ വരും. അത് പറയാൻ പറ്റില്ല. On the other hand, if he denied knowledge of his daughter's clandestine visits, clandestine means secret. അപ്പോൾ മകളുടെ ഈ എന്താ പോട്ട് മേക്കേഴ്സിൻ്റെ ഷെഡിലേക്കുള്ള യാത്രകളെ പറ്റി മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും അറിയാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ തുണ പറയാൻ പറ്റില്ല. They would not believe him and ridicule him for being an incompetent husband and father. നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കും. മകൾ അവിടെ പോയിട്ട് നീ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. And not just that, he too would be fined. തന്നെയല്ല, കൂട്ടുനിന്നതിന് അച്ഛനും കിട്ടും ഫൈൻ. He pondered over, ponder ചെയ്യുക എന്ന് വെച്ചാൽ ചിന്തിക്കുക. He pondered over their query. Query means question. എന്താ question? Why his wife is not willing to teach the art of pot making to her daughter. That is the question raised by the village council. So he thought about it and answered, Uncles and elder brothers, I admit that we have all along known about Scintilla's visits to the old ladies and why she loves going there. She told us that a particular lady sings beautiful lullabies and gives her sweet potatoes every time she sings with her. Her mother has never refused to teach her how to make pots. It's only that we wanted her to grow a little bigger and stronger after her illness before we took her to Lithu, to the river bank to dig the clay. In fact, I have ordered a small digging dao for Scintilla at the blacksmith's just yesterday. So, what has been circulated by idle mouths is not really true. You will soon see that Scintilla will start making the best pots in the village. അപ്പോൾ മെസോബ ഇങ്ങനെ പറഞ്ഞു. മെസോബ എന്ത് പറഞ്ഞു? ഇതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവൾ അവിടെ ഷെഡിൽ എന്താ പോട്ട് മേക്കേഴ്സ് ഷെഡിൽ പോകുന്നുണ്ടെന്നുള്ള ശരി. എന്തിനാണ് പോകുന്നത്? അവിടെ പ്രായം ചെന്നൊരു സ്ത്രീയുണ്ട്, അവൾ ഭംഗിയുള്ള പാട്ടുകൾ പാടും, നല്ല താരാട്ട് പാട്ടുകളൊക്കെ പാടും. അപ്പോൾ അവളുടെ കൂടെ ഇവളും പാടും. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണ്, അവർക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ പാടുമ്പോൾ അവൾക്ക് സ്വീറ്റ് പൊട്ടേറ്റോസ്, മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞു വല്യമ്മച്ചി. അപ്പോൾ അതിനുവേണ്ടി പോകുന്നതാണ്, ആ സന്തോഷത്തിൽ പോകുന്നത്, അല്ലാതെ വേറെ ഞങ്ങൾ പഠിപ്പിക്കാനായിട്ടൊന്നുമല്ല. തന്നെയല്ല, ഞങ്ങൾ ഇപ്പോൾ അവിടെ പഠിപ്പിക്കാൻ അല്പം കൂടി വലുതായിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മേലായികയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ മുതിർന്ന ഇച്ചിരിയൊക്കെ ശക്തിയൊക്കെ ആയിട്ട് അവളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടൊരു ഡാവോ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഡാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിങ്ങനെ കുത്തി ഇളക്കി എടുക്കുന്ന ഒരു സാധനമാണ്, ഒരു ഉപകരണമാണ്, ചെറിയ തൂമ്പ പോലെ ഇരിക്കുന്ന ഡാവോ. അപ്പോൾ അത് കൊല്ലൻ്റെ അടുത്ത്, ബ്ലാക്ക് സ്മിത്ത് എന്ന് വെച്ചാൽ കൊല്ലം, ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്തൊരു ഡാവോ ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവളെ പഠിപ്പിച്ചു തുടങ്ങും, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറേ വിശ്വാസയോഗ്യമായിരുന്നു. കാരണം എന്താ, ഈ മുത്തശ്ശി പാടുന്നയാളാന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ മുത്തശ്ശി ഇങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോസ് കൊടുക്കാറുണ്ടെന്നും എല്ലാവർക്കും അറിയാം. തന്നെയല്ല, ഇയാളുടെ ഡാവോ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, മകൾക്ക് വേണ്ടി അല്ലെങ്കിലും.
ഒരു ഡാവോ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഡാവോ ഉണ്ടാക്കാൻ കൊല്ലന്തയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒത്തു വന്നുകൊണ്ട് ദി വില്ലേജ് കൗൺസിൽ ബിലീവ്ഡ് ഹിസ് വേർഡ്സ് ആൻഡ് സ്പെയർഡ് ഹിം. എന്നിട്ട് അവനെ വെറുതെ വിട്ടു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. So when Mesoba blurted out to the elders was impromptu, it was a desperate attempt to avert their ire, but luckily for him, what he said did have a ring of truth. There indeed was a noted folk singer among the old potmakers who sang while she worked, and who had given a sweet potato to the little girl one day. Sindula had indeed fallen sick just recently, and he had indeed placed an order for a small davo, meant not for Sindula of course, but for his wife, to use in the kitchen garden. After listening to Mesoba's explanation, the elders decided that there was no cause to take any drastic action against him. Yet, they let him go, cautioning him to remind his wife that it was her duty to train her daughter in the skills that were handed down from generation to generation for the good of the entire village. അപ്പോൾ വെറുതെ വിട്ടു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഭാര്യയോട് പറയണം, തീർച്ചയായിട്ടും പരമ്പരാഗതമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ ഈ ഒരു തൊഴിൽ ഉപേക്ഷിക്കരുത്, അത് മകളെ പഠിപ്പിക്കണം, അത് ഗ്രാമത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ ഇഷ്ടങ്ങളുടെ പ്രധാനമല്ല, ഗ്രാമത്തിൻ്റെ ഇഷ്ടമാണ് പ്രധാനം എന്ന് പറഞ്ഞു. They also told him that skills such as pottery, which not only catered to the everyday needs of people but also symbolized the tradition and history of the community, did not belong to any one individual. അപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നത് പ്രധാനപ്പെട്ട ഈ കാര്യം, ഈ ഭാഗം കേട്ടോ. അതായത് ഗ്രാമമുഖ്യൻ പറഞ്ഞതാണ്, എന്താണ്, ഈ പോട്ട് മേക്കിംഗ് പോലെ വേറെ ഒരുപാട് കുലത്തൊഴിലുകൾ ഇവിടെ ഉണ്ട്. ഇത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഓരോ കുടുംബങ്ങളിലൂടെ കൈമാറിപ്പോരുന്നതാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാനുള്ളതല്ല. ഇറ്റ് സിംബലൈസ് ദ ട്രഡീഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. നമ്മുടെ ഈ സമുദായത്തിൻ്റെ ഈ ട്രൈബിൻ്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ തൊഴിലുകൾ. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാറാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെയൊക്കെ ഒരു ചോയ്സിൻ്റെ പ്രശ്നം, അത് ഒടുവിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, that experts were obliged to pass on their skills not only to their own children but also to anyone who wished to learn. Think of the teaching that goes on in the morangs എന്ന് പറയുന്ന അവരുടെ ഒരു ബുക്കാണ്. ദി ഡോർമിറ്ററീസ് ഫോർ യങ് മെൻ, ബുക്കല്ല, ഡോർമിറ്ററീസ് ഫോർ യങ് മെൻ എന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, വിച്ച് ഈസ് അവർ വേ ഓഫ് എഡ്യൂക്കേറ്റിംഗ് അവർ യങ്സ്റ്റേഴ്സ് ഇൻ ദി റെക്വിസിറ്റ് സ്കിൽസ് ഫോർ സർവൈവൽ. അപ്പോൾ മോറങ്ങിലാണ് ഈ ചെറുപ്പക്കാരെയൊക്കെ ഈ ഗ്രാമത്തിലെ നാട്ടറിവുകളും കൈമാറി കിട്ടിയ പരമ്പരാഗതമായ അറിവുകളും ഒക്കെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. അവരുടെ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അതാണ്. ഇംഗ്ലീഷും കണക്കൊന്നും പഠിക്കുകയല്ല, ഫിസിക്സ് ബോട്ടണി ഒന്നും പഠിക്കുന്നതല്ല. ഇങ്ങനെയുള്ള അറിവുകൾ ഗ്രാമത്തിൽ സർവൈവ് ചെയ്യാൻ ആവശ്യമായ അറിവുകൾ പഠിക്കുക എന്നുള്ളതാണ് അവരുടെ വിദ്യാഭ്യാസം. ശരിക്കും അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ സർവൈവലിന് സഹായിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക, അതാണ് പ്രൈമറി ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ നമ്മളിപ്പോൾ പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറിപ്പോയി. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, റോക്കറ്റ് ഉണ്ടാക്കാനൊക്കെ പഠിക്കും, ഭക്ഷണം കഴിക്കാനുള്ള സാധനം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്കറിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ റേസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ കയ്യെ ചെളി പറ്റാതെ ഉള്ള ജോലി മേടിക്കാനുള്ള വിദ്യാഭ്യാസം, അതാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ടെക്നോളജിയൊക്കെ ഒത്തിരി വളർന്നു, ആ രീതിയിലൊക്കെ പഠിച്ച് അതൊക്കെ പഠിച്ച് നല്ല കാര്യങ്ങൾ, അത് വേണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സർവൈവലിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, അല്ലേ? നമ്മുടെ അരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയില്ല. അപ്പോൾ കൃഷി, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുബന്ധമായിട്ടുള്ള അറിവുകൾ, നമ്മുടെ വീട്ടിലെ എന്താ പറയുക, കറണ്ട് പോയി ഫ്യൂസ് പോയാൽ ഫ്യൂസ് കിട്ടാൻ പോലും അറിയാൻ വയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലുള്ള കൊച്ചു അറിവുകളാണ്. അപ്പോൾ അതാണ് നോളജ് ഫോർ സർവൈവൽ എന്ന് പറയുക, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ. അപ്പോൾ ഒരു ഗ്രാമത്തെ സംബന്ധിച്ച്, പഴയ ട്രൈബിനെ സംബന്ധിച്ച് വേട്ടയാടുന്നതൊക്കെ അറിവാണ്. വേട്ടയാടി പിടിച്ച മൃഗങ്ങളെയൊക്കെ അവർ കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഹണ്ടിങ് അവരുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യം മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാട്ടിലെ പച്ചമരുന്നുകളൊക്കെ ആയിട്ടുള്ള അറിവ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചെറുപ്പക്കാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഡോർമിറ്ററീസ് എന്നൊരു വിളിക്കുന്നത്, മൊറങ് എന്ന് പറയുന്ന ഡോർമിറ്ററീസ്. അപ്പോൾ അവിടെ
ഇയാൾ പറയാം, കൊച്ചു ആളുകളെ ഞങ്ങളിങ്ങനെ പഠിപ്പിക്കാറുണ്ട്. തിങ്ക് ഓഫ് ദി ടീച്ചിങ് ദാറ്റ് ഗോസ് ഓൺ ഇൻ ദ മോറങ്സ്, the dormitories for young men, which is our way of educating our youngsters in the requisite skills for survival. Skills for survival, നിലനിൽക്കാൻ ആവശ്യമായ സ്കില്ലുകൾ എന്നാ പറയുക. ഇൻ ദ സെയിം വേ മദേഴ്സ് ആർ ടു എഡ്യൂക്കേറ്റ് ദെയർ ഡോട്ടേഴ്സ് ഇൻ ദ സ്കിൽസ് മെന്റ് ഫോർ വിമൻ. അപ്പോൾ ആൺകുട്ടികളെ അങ്ങനെയുള്ള കാര്യങ്ങൾ വേട്ടയാടാൻ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികളെ അമ്മമാരെന്ത് പഠിപ്പിക്കണം? അവർക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള സ്കില്ലുകൾ പഠിപ്പിക്കണം, വേറെ ഒന്നും മാറി പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ട്രൈബിൻ്റെ ഒരു ചിന്താഗതി. യുവർ വൈഫ് ഷുഡ് ബി വില്ലിംഗ് ടു പാസ് ഓൺ ദ ഗിഫ്റ്റ് ടു ഹെർ ഡോട്ടർ. ആൻഡ് ഓമിനസ്ലി ദേ ആഡഡ്, ഓമിനസ്ലി എന്ന് വെച്ചാൽ അല്പം ഒരു ഭീഷണി കലർത്തി പറഞ്ഞു, എനിവൺ റെഫ്യൂസിങ് ടു ഡു സോ വിൽ ബി കൺസിഡേർഡ് ആൻ എനിമി ഓഫ് ദ വില്ലേജ്. അങ്ങനെ ആരെങ്കിലും ചെയ്യാതിരുന്നാൽ അവൻ ഈ ഗ്രാമത്തിൻ്റെ ശത്രുവായിരിക്കും എന്നും കൂടെ പറഞ്ഞു. അത്രയും പറഞ്ഞു നിർത്തി. That evening, Nasrallah went home with a heavy heart, with his rude reminder of how things were with them in the tightly knit community of the village. His wife's arguments did make practical sense, but he could not ignore the opinions of the village council. ഇപ്പോൾ ഭാര്യ പറഞ്ഞത് ശരിക്കും ഈ കഥയ്ക്ക് അത് രണ്ട് പോയിന്റ്സ് ഓഫ് വ്യൂ ആണ് വരുന്നത്. രണ്ട് പോയിന്റ്സ് ഓഫ് വ്യൂ, ഒന്നൊരു ട്രഡീഷണൽ പോയിന്റ് ഓഫ് വ്യൂ, മറ്റൊന്നൊരു മോഡേൺ പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. അപ്പോൾ ഈ ട്രഡീഷണൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. വ്യക്തിക്ക് യാതൊരു പ്രാധാന്യമില്ല, കമ്മ്യൂണിറ്റിയാണ് പ്രധാനം. The community is what is important, and all the individual is supposed to serve the community. അപ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ ഇൻഡിവിജ്വൽ തയ്യാറായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിന് പ്രാധാന്യം ഇല്ല, ഒട്ടുമില്ല. അതുകൊണ്ടാണ് സെൻട്രലയുടെ അമ്മയുടെ ആഗ്രഹത്തിന് അവിടെ വില്ലേജ് കൗൺസിൽ വില കൽപ്പിക്കാത്തത്. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അത് വേണ്ട, നിൻ്റെ ഇഷ്ടം വേണ്ട, എന്താണെന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു പാരമ്പര്യം ഇതാണ്, ആ പാരമ്പര്യത്തിൽ ചേർന്ന് നിൽക്കാമെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ പുറത്തു വയ്ക്കുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്. യു വിൽ ബി എക്സ്കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ള പടിയടച്ച് വിണ്ടം വയ്ക്കും. അപ്പം അങ്ങനെയുള്ള അയവില്ലാത്ത ഒരു ട്രഡീഷണൽ നിലപാടിൻ്റെ ഒരു സിമ്പിൾ ആ ഗ്രാമമുഖ്യൻ കൊണ്ടുവരുന്നുണ്ട്. സെൻട്രലയുടെ അമ്മയോ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കാഴ്ചപ്പാടിൻ്റെ ആളാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്ക് നെയ്ത്താണ് ഇഷ്ടം, എൻ്റെ മകളെ നെയ്ത്ത് പഠിപ്പിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു ചോയ്സിന് സാധ്യതയില്ലാത്ത, അങ്ങനെ ചോയ്സിൻ്റെ സാധ്യതകൾ അടച്ചു കളയുന്ന പരമ്പരാഗതമായ ചില സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ ഒരു പ്രതീകം കൂടിയാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ട്രൈബൽ സൊസൈറ്റികളിലെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പറ്റി നമുക്ക് മനസ്സിലാക്കാനും ഈ കഥ സഹായിക്കും. കാരണം ട്രൈബൽ സമൂഹങ്ങൾ ഇങ്ങനെയാണ്. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ കാരണം, അപ്പോൾ അവർക്കിങ്ങനെ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അവരുടെ ഒരു സമൂഹ ഘടന ആ രീതിയിലാണ്. അപ്പോൾ കാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഓരോ സർവൈവലിന് വേണ്ടിയിട്ട് അവർ ഓരോരോ തൊഴിലുകൾ ഓരോ കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ പണ്ടത് ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ സെൻട്രലയുടെ അമ്മ മാറി ചിന്തിക്കാൻ കാരണം പുതിയ ചിന്താഗതികൾ വരുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നു, പുതിയ ഓപ്പണിങ്സ് ആളുകൾക്ക് വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് മാറി ചിന്തിച്ചുകൂടാ? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം എനിക്ക് ഈ ജോലി ഇഷ്ടമില്ല, എനിക്ക് വേറൊരു തൊഴിലാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് എൻ്റെ ചോയ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ? ഞാൻ വെറും മട്ടപ്പൂജിയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഇൻഡിവിജ്വൽ ചോദിക്കുന്നുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ഈ കഥയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് പാരമ്പര്യത്തിനെതിരെയുള്ള ഒരു വ്യക്തിയുടെ വിപ്ലവവും ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടിലും കാര്യങ്ങളുണ്ട്. ഗ്രാമമുഖ്യൻ പറയുന്നതിലും കാര്യമുണ്ട്, അവരുടെ ഒരു രീതി അങ്ങനെയാണ്, അവർക്ക് നിലനിൽക്കാൻ ആവശ്യമാണ്. സെൻട്രലയുടെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം നമ്മുടെ ജീവിതമാണ്, നമുക്കിഷ്ടമുള്ളവർ ജീവിച്ചില്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്ത് വേറെ രസകരമായ കാര്യം, സെൻട്രലയ്ക്ക് ഈ പോട്ട് മേക്കിംഗ് ഇഷ്ടമാണ് താനും, മനസ്സിലല്ലേ? അതങ്ങനെ ഇതിലാണ് കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരു കഥയാണ്. And if he wished to continue living peacefully in the village, he, or rather Arelna is his wife, would have to set her personal objections aside and do what was expected of her. They talked this over late into the night and decided that from now on, Cinderella would not be left in the village to babysit her brother, but would accompany them to the fields. അപ്പോൾ രാത്രി ചർച്ച ചെയ്തു, എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം മോളെ ഇങ്ങനെ ബേബി സിറ്റിങ്ങിന് ഇരുത്തിയിട്ട് പോകണ്ട, അവളെയും കൂടെ നമുക്ക് റിവർ സൈഡിലേക്ക് കൊണ്ടുപോകാം. റിവർ സൈഡിൽ നിന്നാണ് ഇവർ ഈ മണ്ണൊക്കെ കുത്തിയെടുക്കുന്നത്. അവിടെ കൂടെ കൊണ്ടുപോകാം, ഇവിടെ ഇരുത്തണ്ട എന്ന് ആൾക്കാർ പറയുമ്പം ആളുകൾ കൊണ്ട് പറയിക്കണ്ട, നമുക്ക് കുട്ടിയെ
ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു. The following year, Sendila was taken by her mother to Lithu. ലിത്തു എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ കുഴഞ്ഞ മണ്ണെടുക്കുന്നത്. Where the grey and red clay was available. She was taught how to dig the clay with her tool, how to load the clay onto her carrying basket, and how to soak it in the trough in the work shed before stuffing it into the bamboo cylinder in the right proportion, and how to pound it. She was a quick learner and did not mind working hard to achieve the right consistency and color in the clay to form a sort of malleable duff. ഡഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുഴച്ചതിന് ഡഫ് എന്ന് പറയും. ഇതിപ്പോൾ കളിമണ്ണ് ഇങ്ങനെ കുഴച്ച് ഈ മുളങ്കുറ്റിക്ക് അതൊക്കെ കയറ്റി തല്ലിയൊക്കെ അവർ ശരിയാക്കി പാകപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു, വളരെ പെട്ടെന്ന് പഠിച്ചു എങ്ങനെ എടുക്കും മണ്ണ് തയ്യാറാക്കേണ്ടത്. ബട്ട് വെൻ ഷീ ട്രൈഡ് ഹെർ ഹാൻഡ് അറ്റ് ഷേപ്പിംഗ് ദ ലംപ് ഇൻ ടു എ പോട്ട് ഷീ കെയിം അപ്പ് അഗെയിൻസ്റ്റ് എ വോൾ. ഈ മണ്ണ് കുഴക്കാനൊക്കെ പഠിച്ചു, പക്ഷേ അതുകൊണ്ടൊരു കല ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നടക്കുന്നില്ല, വലിയ പാടാണ്. ആ ഷേപ്പിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നോട്ടീസ്. നമ്മുടെ ഇവിടെയൊക്കെ ഈ പോട്ട് മേക്കേഴ്സ് വീൽ എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ, കളവടി ചക്രം പോലെ ചക്രം കണ്ടിട്ടുണ്ടോ? അതിന് നടുക്ക് ഇങ്ങനെ മണ്ണെടുത്ത് വെച്ചിട്ട് ഇത് കറക്കുക, ഒരാളിരുന്ന് കറക്കും, എന്നിട്ട് മറ്റേ ആളിങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഷേപ്പിൽ വരും. അപ്പോൾ ഇവരങ്ങനെയല്ല, ഇവരെന്തോ ടെക്നോളജി അവർ ഉപയോഗിക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ട്. കാലിൽ ഇങ്ങനെ മണ്ണെടുത്ത് വെച്ചിട്ട് തുടയിൽ വെച്ചിട്ട് ഇങ്ങനെ തല്ലി ഷേപ്പാക്കി എടുക്കുന്നൊരു രീതിയാണ്. അപ്പോൾ സെൻഡില ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മാസ്റ്റർ ദി ആർട്ട് ഓഫ് ഷേപ്പിംഗ് ദിസ് ഡഫ് ഇൻ ടു എ പെർഫെക്റ്റ് പോട്ട്, വെൽ ഷേപ്ഡ് പോട്ട്. ഷീ കെയിം അപ്പ് അഗെയിൻസ്റ്റ് എ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഭിത്തിക്ക്, മതിലിന് നേരെ നിൽക്കുന്ന പോലെ തോന്നിയെന്ന് വെച്ചാൽ മതിലെന്ന് വെച്ചാൽ എന്താ അർത്ഥം? കയറി അപ്പുറത്തേക്ക് കടക്കണം, വലിയ ബുദ്ധിമുട്ടാണ്, പൊക്കമുള്ള മതിൽ കയറി മറിയാൻ പാടല്ലേ. അപ്പോൾ അതുപോലെയായിരുന്നു ഈ ജോലി എന്ന്. ഈ മണ്ണ് ഇങ്ങനെ കുഴച്ച മണ്ണിനെ കലമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ മതിലിൻ്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്തേക്ക് ചാടുന്ന പോലെയൊക്കെ തോന്നിയെന്ന്. വെരി ഡിഫിക്കൽട്ട് ഇറ്റ് വാസ്. She could not hold the lump of duff on her thigh properly as she tried to hold it. Her muddy hand kept slipping even before the spatula in the right hand could start tapping the duff into shape. സ്പാറ്റുല എന്ന് വെച്ചാൽ വടി പോലെ സാധനം മറ്റു കയ്യിൽ പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ മറ്റേ തുടയിൽ വെച്ചിരിക്കുന്ന മണ്ണ് ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ട് വലത് കൈയിൽ സ്പാറ്റുല വെച്ചിട്ട് അത് തല്ലിയാണ് ഷേപ്പാക്കുക. ഇതെപ്പോഴും സ്ലിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കയ്യിൽ നിന്ന്. The first attempts were disastrous and Sendila cried her heart out at her incompetence. ആദ്യത്തെ കലമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ബോധക്കേടുണ്ടാകുന്ന പോലെയുള്ള കലങ്ങളായിരുന്നു, രക്ഷയില്ല. അപ്പോൾ കല ആകുന്ന പോലെ തോന്നാത്ത The first attempts were disastrous and Sendila cried her heart out